ഇന്ന് നമ്മൾ പോയത് ലൈബീരിയയിലെ ലോക്കൽ ബീച്ചായ ഹോട്ടൽ ആഫ്രിക്കയിലേക്കാണ്. ഇവിടെ ലോക്കൽ ബീച്ചിനും ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. ഈ കാണുന്ന ചെടിയുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലെ ചെത്തിയാണ്. നമ്മുടെ നാട്ടിലെ മിക്ക ചെടികളും ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇവരിത് നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഉള്ളിലേക്ക് കയറി ചെന്നപ്പോഴുണ്ടല്ലോ ഒരു മരുഭൂമിയിലേക്ക് കയറുന്ന ഫീലായിരുന്നു. നല്ല വെയിലായിരുന്നു. ഇവിടെ ആഫ്രിക്കക്കാർക്ക് പൊതുവേ മഴ ഇഷ്ടമല്ല, ഈ വെയിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മരമായിരുന്നു കേട്ടോ. ഈ മഞ്ഞ പൂക്കളുള്ള ഈ മരം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലും കായലും യോജിക്കുന്ന ഒരു സ്ഥലവും കൂടിയായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലും ആയിരുന്നു. ഇവിടുത്തെ കടലിനും കായലിനും ആഴം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ സൈഡിൽ നിന്ന് എൻജോയ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പൈങ്കിളി വന്ന ഉടനെ തന്നെ ഇതേ മണ്ണിലിരുന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഈ കാണുന്ന കുരു ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലെ പാമോയിലിൻ്റെ കുരുവാണ്. ഇത് വെച്ച് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ പാമ്പട്ടർ ഉണ്ടാക്കുന്നത്. പിന്നെ ആഫ്രിക്കക്കാരിങ്ങനെ തന്നെയാണ്, ചെറിയൊരു പാട്ട് കേട്ട് തന്നെ അവരിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവർക്കൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവരുടെ ഡാൻസ് കാണാനായിട്ട്. ഈ ബീച്ച് ലോക്കൽ ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കധികം ഫുഡൊന്നും കിട്ടത്തില്ല. ഇവരുടെ ഫേവറേറ്റ് ഫുഡായ സോസേജ് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോസേജ് വെച്ചാണ്. പൈങ്കിളിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. വിശന്നിരുന്നിട്ടാണെന്ന് അറിയത്തില്ല, ആള് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ചിലവരൊക്കെ ഇങ്ങനെ ഇച്ചിരി ഡേഞ്ചറും കൂടിയാണ് കേട്ടോ. ഇവർ ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ. നമ്മുടെ നാട്ടിലെ പോലെ കടകളൊന്നും ഇവിടെ വേണ്ട. ഇങ്ങനെ തലയിൽ ചുമന്നിട്ടാണെങ്കിൽ അവർ സാധനം വിൽക്കും. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ ഹെയർ ആക്സസറീസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിലും ഇങ്ങനെ മുടിയൊക്കെ അവരിങ്ങനെ ഓരോ രീതി ഡെക്കറേറ്റ് ചെയ്ത് നടക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കാറ്റും കൊണ്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് ഇതേ അവിടെ കൂടി ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ആഫ്രിക്കയിൽ ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. ഇവിടെ സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെയിലാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്കിത് താങ്ങാനാകത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ കുറച്ച് വെയിലൊക്കെ താറിക്കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ കറങ്ങി നടന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കടലിലേക്ക് പോയി. ഈ കടലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ലേ കേട്ടോ. നമ്മുടെ നാട്ടിലെ കടലിലാണെങ്കിൽ എത്രയോ ആൾക്കാരുണ്ടാകും അവിടെ എൻജോയ് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടുത്തെ കടലിൽ ആരും തന്നെ കാണത്തില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്ന ഈ രണ്ടുപേരാണ്. ഇവരാണെങ്കിൽ ഞണ്ടിനെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജീവനുള്ള ഒരു സാധനത്തിനെ തന്നെ പേടിയില്ല. ഇവരിതേ ഞണ്ടിനെ പിടിച്ച് കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഞണ്ടിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളെ കാണിക്കാനായിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടോ, കുറച്ച് മണ്ണും വെള്ളമൊക്കെ ആയിട്ട് അവർ പിടിച്ചിട്ടിരിക്കുവാണ് ഞണ്ടിനെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് ഇരിക്കുമായിരുന്നു അവിടെ. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.